ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. 2024 ഡിസംബർ 15 മുതൽ 21 വരെയുള്ള ആനുകാലിക വിവരങ്ങൾ. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൽ മലയാള വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൽ മലയാള വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത്. ഉത്തരം കെ. ജയകുമാർ. പിങ്കളക്കേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. UN പരിസ്ഥിതി പ്രോഗ്രാമിൻ്റെ ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരത്തിന് 2024 അർഹനായ ഇന്ത്യക്കാരൻ ആര്? UN പരിസ്ഥിതി പ്രോഗ്രാമിൻ്റെ ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യക്കാരൻ. ഉത്തരം മാധവ് ഗാഡ്ഗിൽ. പരിസ്ഥിതി മേഖലയിൽ UN നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം. കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് നേടിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആര്? കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് നേടിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. ഉത്തരം സമീറ ഹുള്ളൂർ. 2024 ഡിസംബറിൽ അന്തരിച്ച ഇന്ത്യയിലെ പ്രശസ്ത തബല വാദകൻ. 2024 ഡിസംബറിൽ അന്തരിച്ച ഇന്ത്യയിലെ പ്രശസ്ത തബല വാദകൻ ആര്? ഉത്തരം ഉസ്താദ് സാക്കിർ ഹുസൈൻ. സംസ്ഥാനത്ത് ISO സർട്ടിഫിക്കേഷൻ അംഗീകാരം ലഭിച്ച ആദ്യ കുടുംബശ്രീ CDS യൂണിറ്റ് ഏത്? സംസ്ഥാനത്ത് ISO സർട്ടിഫിക്കേഷൻ അംഗീകാരം ലഭിച്ച ആദ്യത്തെ കുടുംബശ്രീ CDS യൂണിറ്റ് വെങ്ങപ്പള്ളി കുടുംബശ്രീ യൂണിറ്റ്. വയനാട്ടിലാണ് വെങ്ങപ്പള്ളി കുടുംബശ്രീ യൂണിറ്റ്. കേരളത്തിൽ നിന്നുള്ള ആദ്യ കഥക് നർത്തകി ആര്? കേരളത്തിൽ നിന്നുള്ള ആദ്യ കഥക് നർത്തകി ശരണ്യ ജസ്ലീൻ. ജലസ്രോതസ്സുകളുടെയും നീർച്ചാലുകളുടെയും വീണ്ടെടുപ്പ് ലക്ഷ്യമിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ആരംഭിച്ച ജനകീയ ക്യാമ്പയിൻ. ജലസ്രോതസ്സുകളുടെയും നീർച്ചാലുകളുടെയും വീണ്ടെടുപ്പ് ലക്ഷ്യമിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ആരംഭിച്ച ജനകീയ ക്യാമ്പയിൻ. ഉത്തരം ഇനി ഞാൻ ഒഴുകട്ടെ. ക്യാമ്പയിന് നേതൃത്വം നൽകുന്നത് ഹരിത കേരളം മിഷൻ. പൂർണ്ണമായും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിൽ വന്ന സംസ്ഥാനം ഏത്? പൂർണ്ണമായും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിൽ വന്ന സംസ്ഥാനം. ഉത്തരം കേരളം. തമിഴ്നാട് സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ നവീകരിച്ച തന്തൈ പെരിയാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തമിഴ്നാട് സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ നവീകരിച്ച തന്തൈ പെരിയാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം വൈക്കം. വൈക്കം സത്യാഗ്രഹത്തിൽ നേതൃപരമായ പങ്കുവഹിച്ച EV രാമസ്വാമി നായ്ക്കരുടെ സ്മാരകമാണ് തന്തൈ പെരിയാർ സ്മാരകം. തന്തൈ പെരിയാർ എന്നാണ് EV രാമസ്വാമി നായ്ക്കർ അറിയപ്പെടുന്നത്. ഫോബ്സിൻ്റെ ലോകത്തിലെ ഏറ്റവും കരുത്തരായ 100 വനിതകളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ടവർ. 28ാം സ്ഥാനത്തുള്ള കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ, 81ാം സ്ഥാനത്തുള്ള HCL ടെക്നോളജി ചെയർപേഴ്സൺ റോഷ്നി നടാർ മൽഹോത്ര, 82ാം സ്ഥാനത്തുള്ള ബയോകോൺ ബയോ ഫാർമസ്യൂട്ടിക്കലിൻ്റെ സഹസ്ഥാപക കിരൺ മഞ്ജുദാർ എന്നിവരാണ് ഫോബസിൻ്റെ ലോകത്തിലെ ഏറ്റവും കരുത്തരായ 100 വനിതകളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ടവർ. ഫോബസിൻ്റെ ലോകത്തിലെ ഏറ്റവും കരുത്തരായ 100 വനിതകളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് യൂറോപ്യൻ കമ്മീഷൻ്റെ അധ്യക്ഷയായ ഉർസുല ഫോൺ ഡെർ ലെയൻ. സംസ്ഥാനത്ത് മരണാന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും സന്ദേശം പ്രചരിപ്പിക്കുന്നതിനും കേരളം സംഘടിപ്പിക്കുന്ന മൃതസഞ്ജീവിനി ക്യാമ്പയിൻ. സംസ്ഥാനത്ത് മരണാന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും സന്ദേശം പ്രചരിപ്പിക്കുന്നതിനും കേരളം സംഘടിപ്പിക്കുന്ന മൃതസഞ്ജീവിനി ക്യാമ്പയിൻ. ഉത്തരം ജീവനേകാം ജീവനേകാം. ശരീരത്തെ അറിഞ്ഞ് ആരോഗ്യകരമായ ജീവിതത്തിനുള്ള ചികിത്സ നിർദ്ദേശിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ.
ശരീരത്തെ അറിഞ്ഞ് ആരോഗ്യകരമായ ജീവിതത്തിനുള്ള ചികിത്സ നിർദ്ദേശിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ. ഉത്തരം പ്രകൃതി പരിരക്ഷൻ ആപ്പ്. 2024 നവംബർ 26 പ്രകൃതി പരിരക്ഷൻ ആപ്പ് നിലവിൽ വന്നത്. കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിന്റെ പെറ്റ് എക്സ്പോർട്ട് സംവിധാനം നിലവിൽ വന്ന ശേഷം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആദ്യമായി എത്തിയ വളർത്തുമൃഗം ഏത്? ഉത്തരം ഇവ എന്ന പൂച്ചക്കുട്ടി. ലോക ധ്യാന ദിനം എന്ന്? ലോക ധ്യാന ദിനം. ഉത്തരം ഡിസംബർ 21. 2024 മുതലാണ് ലോക ധ്യാന ദിനം ആഘോഷിച്ചു തുടങ്ങുന്നത്. 2024 പ്രഥമ ലോക ധ്യാന ദിനത്തിന്റെ പ്രമേയം ആഗോള സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടിയുള്ള ധ്യാനം എന്നാണ് 2024 പ്രഥമ ലോക ധ്യാന ദിനത്തിന്റെ പ്രമേയം. യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ഇന്ത്യൻ റെയിൽവേ അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര്. യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ഇന്ത്യൻ റെയിൽവേ അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര്. ഉത്തരം സുരക്ഷാ ആപ്പ്. ചെറുധാന്യങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഒഡീഷ സ്വദേശി ആര്? ചെറുധാന്യങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഒഡീഷ സ്വദേശി. ഉത്തരം റൈമതി ഘൂരിയ. ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന 72 ഇനം പരമ്പരാഗത അരിയും 30 തരം ചെറുധാന്യങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനാലാണ് റൈമതി ഘൂരിയയ്ക്ക് ചെറുധാന്യങ്ങളുടെ രാജ്ഞി എന്ന പട്ടം ചാർത്തിക്കൊടുത്തത്. 2024 ഡിസംബറിൽ അന്തരിച്ച മുൻ കർണാടക മുഖ്യമന്ത്രി. ഉത്തരം SM കൃഷ്ണ. ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ചിത്രമില്ലാത്ത പുതിയ നോട്ടുകൾ അടിച്ചിറക്കുവാൻ തീരുമാനിച്ച രാജ്യം. ഉത്തരം ബംഗ്ലാദേശ്. ഇന്ത്യയിലെ 56ാമത് ടൈഗർ റിസർവ് ഏത്? ഇന്ത്യയിലെ 56ാമത് ടൈഗർ റിസർവ്. ഉത്തരം ഛത്തീസ്ഗഡിലെ ഗുരു ഘാസിദാസ് തിമോർ പിഗ്ല വന്യജീവി സങ്കേതം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി സഹായം നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി ഏത്? ഉത്തരം പടവുകൾ. ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്ന്? ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ 14. ഇന്ത്യ സിംഗപ്പൂർ സംയുക്ത സൈനികാഭ്യാസമായ അഗ്നി വാരിയർ 2024 വേദിയായ സംസ്ഥാനം ഏത്? ഉത്തരം മഹാരാഷ്ട്ര. സിയാച്ചിനിൽ ആദ്യ നേവി ഹെലികോപ്റ്റർ ഇറക്കിയ മലയാളി ആര്? സിയാച്ചിനിൽ ആദ്യ നേവി ഹെലികോപ്റ്റർ ഇറക്കിയ മലയാളി. ഉത്തരം പ്രണോയ് റോയി. ഗോത്രവിഭാഗത്തിലെ കുട്ടികളെ ദൃശ്യ സാങ്കേതിക വിദ്യയിൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര്. ഉത്തരം കിനാവ്. ടൈം മാഗസിന്റെ 2024 പേഴ്സണൽ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഡൊണാൾഡ് ട്രംപ്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആസ്തി $40,000 കോടി കടക്കുന്ന ആദ്യ വ്യക്തി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് ആര്? ഉത്തരം ഇലോൺ മസ്ക്. 2034 ഫുട്ബോൾ ലോകകപ്പിന് വേദിയാവുന്ന രാജ്യം ഏത്? 2034 നടക്കുന്ന ഫുട്ബോൾ ലോകകപ്പിന് വേദിയാവുന്ന രാജ്യം. ഉത്തരം സൗദി അറേബ്യ. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്ഷേമവും ഇൻഷുറൻസ് പരിരക്ഷയും മറ്റു ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ആപ്പ്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്ഷേമവും ഇൻഷുറൻസ് പരിരക്ഷയും മറ്റു ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ആപ്പ് ഏത്? ഉത്തരം അതിഥി ആപ്പ്.